പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്ക ചരിത്ര നാൾ വഴികളിലൂടെ AD 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ പരിണിത ഫലമായി വൈപ്പിങ്കര രൂപം കൊണ്ടു. 1503 പോർച്ചുഗീസുകാർ പള്ളിപ്പുറത്ത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ട നിർമ്മിച്ചു. പള്ളിപ്പുറം കോട്ടയെന്നും ആയക്കോട്ടയെന്നും അറിയപ്പെടുന്ന ഈ സൗധം ഭാരതത്തിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യകാല ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. 1507 അടിയുറച്ച മരിയൻ വിശ്വാസികളായിരുന്ന പോർച്ചുഗീസുകാർ കോട്ടയ്ക്ക് തെക്ക് ഭാഗത്തായി ദൈവമാതാവിൻ്റെ പേരിൽ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചു. 1509 പോർച്ചുഗീസിൽ നിന്നും കൊണ്ടുവന്ന മാതാവിൻ്റെ ചിത്രം പള്ളിപ്പുറം പള്ളിയുടെ അൾത്താരയിൽ സ്ഥാപിച്ചു. ഇതിനെ അനുകരിച്ച് ഒരു സ്പെയിൻ പാതിരി വരച്ച ചിത്രമാണ് പള്ളിക്ക് മുന്നിലെ കപ്പേളയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 1557 ഇവിടെയുണ്ടായിരുന്ന മരിയൻ ദേവാലയം പുതുക്കി പണി കഴിപ്പിച്ചു. കൊച്ചി രൂപതയുടെ കീഴിൽ പള്ളിപ്പുറം ഒരു സ്വതന്ത്ര ഇടവകയായി പ്രവർത്തിക്കാൻ തുടങ്ങി. 1602 പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചെത്തിയ ഡച്ചുകാർ പഴയ പള്ളിക്ക് തൊട്ടരികിലായി വിശുദ്ധ റോക്കിയുടെ നാമധേയത്തിൽ പുതിയൊരു ദേവാലയം പണി കഴിപ്പിച്ചു. അതാണ് ഇപ്പോഴത്തെ സിമിത്തേരി പള്ളി. 1663 പോർച്ചുഗീസുകാർ പള്ളിപ്പുറം പ്രദേശം തിരിച്ചു പിടിക്കുകയും നേരത്തെ ഉണ്ടായിരുന്ന മരിയൻ ദേവാലയം മനോഹരമായി പുനർനിർമ്മിക്കുകയും ചെയ്തു. 1791 ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് മാതാവ് പള്ളിയെയും പരിസര പ്രദേശത്തെയും ഇവിടത്തെ ജനങ്ങളെയും മൂടൽ മഞ്ഞിനാൽ മൂടി സംരക്ഷിച്ചു. അന്നു മുതൽ അമ്മയെ ഇന്നാട്ടുകാർ ഭക്തി ആദരങ്ങളോടെ മഞ്ഞുമാതാവ് എന്ന് വിളിക്കുവാൻ തുടങ്ങി. 1823 ഡച്ചുകാർ നിർമ്മിച്ച വിശുദ്ധ റോക്കിയുടെ ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടു. 1908 10ാം പിയൂസ് മാർപ്പാപ്പയുടെ എപ്പിസ്കോപ്പൽ സുവർണ ജൂബിലി സ്മാരകമായി മണിമാളിക നിർമ്മിച്ചു. 1932 ഇപ്പോഴുള്ള മഞ്ഞുമാതാ ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. എങ്കിലും 1942 ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. 2007 പള്ളിപ്പുറത്ത് ആദ്യ ദേവാലയം സ്ഥാപിച്ചതിൻ്റെ 500ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇടവകയിൽ മഹാജൂബിലി കൊണ്ടാടി. ഇതോടനുബന്ധിച്ച് ദേവാലയ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. 2012 ജൂലൈ 25 പരിശുദ്ധ ബെനഡിക്ട് 16ാമൻ മാർപ്പാപ്പ പള്ളിപ്പുറം മഞ്ഞുമാതാ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തി.